പ്രിയമുള്ളവരെ, സംഘികളുടെ ആസ്ഥാന ബുദ്ധിജീവിയും ജനം ടിവിയുടെ രോമാഞ്ചവുമായ സാക്ഷാൽ ആരിഫ് ഹുസൈൻ ഇന്നലെ ഇംഗ്ലണ്ടിലെ ഒരു സംവാദ വേദിയിൽ തേഞ്ഞൊട്ടി നിൽക്കുന്ന വാർത്തയാണ് ഇന്ന് പ്രധാനമായും സാമൂഹ്യ മാധ്യമ രംഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. എതിരാളിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാതെ സംഘികളുടെ ആസ്ഥാന ബുദ്ധിജീവി ആകെ വിറങ്ങലിച്ച് വിഷണ്ണ വിധനായി നിൽക്കുന്ന ചിത്രം, തലകുനിച്ചു നിൽക്കുന്ന ചിത്രം, അത് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കുവാൻ വകയുള്ളതാണ്, സന്തോഷം പകരുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആരിഫ് ഹുസൈനെ നമുക്കറിയാം. അദ്ദേഹം ഖുറാനെയും ഹദീസിനെയും കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനെ വിറ്റ് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ സയനിസ്റ്റുകളാണോ സംഘികളാണോ എന്നതിനെക്കുറിച്ചൊക്കെ പരസ്പര പൂരകങ്ങളായ തെളിവുകൾ ലഭിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. അദ്ദേഹം സംഘപരിവാറിൻ്റെ ഓഫീസുകളിൽ സ്ഥിരം സന്ദർശകനാണ് എന്ന വാദവും തെളിവുമൊക്കെ ചിലർ നിരത്തുന്നുണ്ട്. ഒപ്പം അദ്ദേഹം സംഘികൾക്ക് നിയന്ത്രണമുള്ള ജനം ടി വിയിൽ സ്ഥിരം ഒരു അതിഥിയായി എത്തുന്നു, പരിപാടികൾ പങ്കെടുക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. പ്രത്യേകിച്ചും നിരീശ്വരവാദി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെയും എതിർക്കുന്ന ആളായിരിക്കണം. പക്ഷേ ഇദ്ദേഹം പർട്ടിക്കുലറായിട്ട് ഒരു വിശ്വാസത്തെ മാത്രം എതിർക്കുന്നു, അവരുടെ വിശ്വാസങ്ങളെ കരിവാരി തീർക്കുന്നു. പ്രവാചകനെതിരെയൊക്കെ സത്യമല്ലാത്ത, തീർത്തും അസത്യമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ആ ആരിഫ് ഹുസൈനാണ് ഇന്നലെ സ്വന്തം വാദം തെളിയിക്കുവാൻ പറ്റാതെ ഇംഗ്ലണ്ടിൽ തേഞ്ഞൊട്ടി നിൽക്കുന്ന ഒരു വാർത്ത, ചിത്രം, വീഡിയോ സഹിതം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ, മലയാള പരിഭാഷ കൂടി ആ വീഡിയോയ്ക്ക് അടിയിൽ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആരിഫ് ഹുസൈനെ പോലെയല്ല, ആരിഫ് ഹുസൈൻ മാത്രമേ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. സ്വന്തം കുട്ടിയെ കല്യാണം കഴിക്കുവാൻ അനുവദിക്കുന്ന ആയത്ത് ഖുർആനിലുണ്ട് എന്നാണ് ആരിഫ് ഹുസൈൻ പറയാറുള്ളത്. അത് കേരളത്തിലെ സംഘികളും സംഘി അനുകൂല ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ടാടാറുമുണ്ട്. ഇന്നലെ ആരിഫ് ഹുസൈൻ ഇംഗ്ലണ്ടിൽ ഒരു സംവാദത്തിൽ പങ്കെടുത്തപ്പോൾ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച അദ്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ ആ ആയത്ത് തെളിവ് സഹിതം ഈ സംവാദ വേദിയിൽ അവതരിപ്പിക്കണമെന്ന് ആരിഫ് ഹുസൈനോട് ആവശ്യപ്പെടുന്നു. ആരിഫ് ഹുസൈൻ തെളിവ് നൽകുന്നില്ല. ആരിഫ് ഹുസൈന് 2 മിനിറ്റ് കൊടുക്കുന്നു. കാരണം ഈ സംവാദ വേദിയിൽ ഒരു നിയമം എന്ന് പറയുന്നത് എതിർവാദം അത് തെളിയിക്കുവാൻ വേണ്ടി, ഒരു വാദം ഉന്നയിച്ചാൽ അത് തെളിയിക്കുവാൻ വേണ്ടി 2 മിനിറ്റ് ആയിരുന്നു. പക്ഷേ ആരിഫ് ഹുസൈൻ 2 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 12 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു. ആരിഫ് ഹുസൈൻ ചാറ്റ് ജിപിടിയിലും ഗൂഗിളിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ ഒരു ആയത്തില്ല എന്നാണ് ആരിഫ് ഹുസൈന് മറുപടി കിട്ടിയത്. ആരിഫ് ഹുസൈൻ വിക്ഷണനായി നിൽക്കുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ആരിഫ് ഹുസൈൻ പറയുന്നൊരു ന്യായം, അതാണ് ഏറ്റവും രസാവഹവും ചിരിപടത്തുന്നു. ആരിഫ് ഹുസൈൻ പറയുന്നത്, ഞാനിപ്പോൾ ടൂറിലായതുകൊണ്ട് എൻ്റെ ഇൻ്റർനെറ്റൊക്കെ റോമിംഗ് ആണ്, അതുകൊണ്ട് കിട്ടുന്നില്ല, വീട്ടിൽ പോയി ഇൻ്റർനെറ്റ് തപ്പിയിട്ട് മറുപടി പറയാമെന്നാണ് ആരിഫ് ഹുസൈൻ അപ്പോൾ പറയുന്നത്. അപ്പോൾ കൂടി നിന്ന ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഐഫോണാണുള്ളത്, ഇൻ്റർനെറ്റ് ഒക്കെ ധാരാളം ഡാറ്റ ഉണ്ട്, നിങ്ങളിത് സെർച്ച് ചെയ്ത് തെളിയിച്ചിട്ട് പോയാൽ മതി എന്നാണ് ആരിഫ് ഹുസൈനോട് പറയുന്നത്. എന്തായാലും ആരിഫ് ഹുസൈൻ അവിടെ നിന്ന് തടി തപ്പുന്നു എന്നതാണ് അവസാനം കിട്ടുന്ന വാർത്ത. ആരിഫ് ഹുസൈൻ ഒടുവിൽ സോറി കണക്ക് തന്നെ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നു. എന്തായാലും ആരിഫ് ഹുസൈൻ്റെ വാദങ്ങളുടെ മുനയൊടിയുന്നു. എന്തായാലും അദ്നാൻ ഭായിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയാതിരിക്കുവാൻ തരമില്ല. കാരണം ആരിഫ് ഹുസൈനെ പോലുള്ള ചില ആളുകളുടെയൊക്കെയും വാദഗതികളെ നേരിടുവാൻ കേരളത്തിലെ പണ്ഡിതന്മാരൊക്കെ വിഷമിച്ചു നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും അവിടെ നിന്ന് വന്ന ഒരു പ്രതികരണത്തിന് ആരിഫ് ഹുസൈനോട് നന്ദി പറയുകയാണ്, അദ്നാനിനോട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളുടെയൊക്കെയും ഈ വാദങ്ങളിൽ വഴിതെറ്റിപ്പോകുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ആളുകളുണ്ട്. മതങ്ങളെല്ലാം ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെ പരസ്പരം വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മതങ്ങൾ ഇവിടെ നിലനിന്ന് പോകേണ്ടതുണ്ട്. പക്ഷേ ആരിഫ് ഹുസൈനെ പോലെയുള്ള ചില ആളുകൾ പരസ്പരം മതവിദ്വേഷം വളർത്തി. കാരണം ഹിന്ദുവും മുസ്ലിമും പരസ്പരം വിദ്വേഷപൂർണ്ണമായി ജീവിച്ചാലേ ആരിഫ് ഹുസൈനും ആരിഫ് ഹുസൈനെ പിന്താങ്ങുന്നവർക്കും കേരളത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് സാധ്യതയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരിഫ് ഹുസൈനെ പോലെയുള്ള, ആരിഫ് ഹുസൈനെയും ജാമിദയും പോലെയുള്ള ചില ആളുകളെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ വെറുപ്പിൻ്റെ കടയ്ക്ക് അത് താൽക്കാലികമായി ആരിഫ് ഹുസൈൻ, താൽക്കാലികമായല്ല പൂർണ്ണമായി തന്നെയും ആരിഫ് ഹുസൈൻ വിരാമമിടും, അടയ്ക്കും എന്ന് തന്നെ നമുക്ക് അറിയാം. ആരിഫ് ഹുസൈൻ്റെ കോയ കാളിങ്ങൊക്കെ ഇതോടുകൂടി നിർത്തും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം അത്രത്തോളം അപമാനിതനായാണ് ആരിഫ് ഹുസൈൻ ആ വേദിയിൽ നിൽക്കുന്നത്. തലകുനിച്ച് വിഷണ്ണനായി നിൽക്കുന്നുണ്ട്. ആരിഫ് ഹുസൈൻ്റെ കൂടെയുള്ള സിമ്പതികൾ 1-2 ആളുകളൊക്കെ ഉണ്ട്, ആരിഫ് ഹുസൈൻ്റെ അടിയാളുകൾ. അവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായിട്ട് തന്നെ അദ്നാൻ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ കൂടിയായ അവിശ്വാസി ആരിഫ് ഹുസൈൻ്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും തരാം, നിങ്ങൾ 2-3 മണിക്കൂർ ഇവിടെ നിന്നുകൊള്ളൂ, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻ്റർനെറ്റ് തരാം, ഖുറാനിൽ അങ്ങനെ ഒരു അധ്യായമുണ്ടെങ്കിൽ, ഒരു ആയത്തുണ്ടെങ്കിൽ
നിങ്ങൾ ഇവിടെ നിന്ന് തെളിയിച്ചിട്ടേ പോകാവൂ എന്ന് ആരിഫ് ഹുസൈനോട് പറയുന്നു. ആരിഫ് ഹുസൈൻ പരാജിതനായി നിൽക്കുന്നു എന്നു തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത. നമ്മൾ നേരത്തെ ഇടപ്പാൾ ഓട്ടം എന്നൊക്കെ പറയുന്നത് പോലെ ആരിഫ് ഹുസൈൻ്റെ ലണ്ടൻ ഓട്ടം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ ആരിഫ് ഹുസൈൻ അതിന് മറുപടി നൽകുവാൻ കഴിയുന്നില്ല. പിന്നീട് ആരിഫ് ഹുസൈൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ സാധാരണ ആരിഫ് ഹുസൈൻ്റെയൊക്കെ കായ കോളിംഗ് എന്നൊക്കെയുള്ള പരിപാടിയിൽ കാണുന്നത് പോലെ ധാർഷ്ട്യം കലർന്ന, അഹങ്കാരം കലർന്ന വർത്തമാനമല്ല അവിടെ കാണുന്നത്. പരാജിതനായി നിൽക്കുന്ന ഒരു പരാജിതനായ പടയാളി എന്ന് പോലും പറയാൻ പറ്റില്ല, കോമാളിയുടെ ഒരു രൂപഭാവത്തോടു കൂടിയാണ് ആരിഫ് ഹുസൈൻ അവിടെ നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആരിഫ് ഹുസൈനെ വീരാരാധനയോടെ കാണുന്ന ആളുകൾക്ക് ആ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കേരളത്തിൽ സാമൂഹ്യ അന്തഃഛിദ്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകൾ അവർ വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എല്ലാ മതങ്ങളും പരസ്പര ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടും കൂടി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിനുമേൽ കടക്കൽ കത്തിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് 1-2 MLA-മാർക്കോ MP-മാർക്കോ വേണ്ടി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഏതു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതിനുവേണ്ടി ശ്രമിക്കുന്ന ഈ ആരിഫ് ഹുസൈനെയും പോലെയുള്ള ആളുകൾ എതിർക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശകലനവും വിശദീകരണവും. പ്രത്യേകിച്ചും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം സ്നേഹത്തോടും സഹകരണത്തോടും ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ്, അതാണ് യാഥാർത്ഥ്യമാകേണ്ടത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും പരസ്പരം ഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യ, അത് ഇന്ത്യയിലെ ജനജീവിതം ദുസ്സഹമായിരിക്കുമെന്ന് അദ്ദേഹം വളരെ യാഥാർത്ഥ്യബോധത്തോടെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇന്ത്യയും കേരളവുമാണ് നിലനിന്ന് പോകേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളെ എതിർക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരാജിതനായി നിൽക്കുന്ന, അദ്ദേഹമല്ല അങ്ങേര് പരാജിതനായി നിൽക്കുന്ന വീഡിയോ പരമാവധി തന്നെ നമ്മൾ ഷെയർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലും ഇൻ്റർനെറ്റിലുമൊക്കെ ആരിഫ് ഹുസൈൻ്റെ ലണ്ടൻ സംവാദം സെർച്ച് ചെയ്താൽ കിട്ടും. പരാജിതനായി നിൽക്കുന്ന ആരിഫ് ഹുസൈനെ, അണ്ടിബോയ് അണ്ണാനെ പോലെ നിൽക്കുന്ന ആരിഫ് ഹുസൈൻ്റെ വീഡിയോ പരമാവധി നിങ്ങൾ ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്തരം കീടങ്ങൾക്ക് നിരന്തരം അടികിട്ടുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ജാമിദ ടീച്ചറൊക്കെ യൂട്യൂബിൽ ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ആരിഫ് ഹുസൈനെ സംബന്ധിച്ച് അയാൾ ഏതോ വലിയ തേങ്ങയാണെന്നൊരു വിചാരമുണ്ടായിരുന്നു. അയാളുടെ ആ തേങ്ങ ഉടച്ചു കൊടുത്തു ആദിൽ ഭായ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും രാഹുൽ ഈശ്വറിൻ്റെ ഒരു വാക്കുകൾ കടമെടുത്താൽ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ, ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും വിശ്വാസികൾ പരസ്പരം ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത്തരം കപടതകൾ എതിർക്കാൻ, കാരണം മതങ്ങൾ നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പുനരുദ്ധാരണത്തിന്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധതയ്ക്ക് നല്ലതാണ്. നമ്മുടെ തെറ്റുകൾ എവിടെയോ പറഞ്ഞിരിക്കുന്ന ഒരു ദൈവം കണ്ടുപിടിക്കും, അതിനൊക്കെയുള്ള ശിക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു ജീവിതം ശുദ്ധീകരിക്കാൻ ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ആരിഫ് ഹുസൈന് കിട്ടിയ തിരിച്ചടി അത് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കേരളത്തിലെ എല്ലാ വിശ്വാസികളും അത് ഒരു മതഭേദമില്ലാതെ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ആഘോഷിക്കേണ്ട ഒരു വിജയം തന്നെയാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. തൽക്കാലം ഈ വീഡിയോ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.